എല്ലാം കൊണ്ടും കേരളത്തിന് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കിയെടുക്കുന്നതിൽ ഞാൻ വിജയിച്ചിട്ടുണ്ട്. വിജയ് വന്ന് തിരുവനന്തപുരത്ത് വന്ന് പറയണം, അല്ലാണ്ട് ഞാൻ സെൻറ്റ് ജോർജ് ഫോർട്ടിലേ ഇരിക്കുള്ളൂ, നിങ്ങൾ അങ്ങോട്ട് വാന്ന് പറഞ്ഞാലൊന്നും കാര്യം നടക്കില്ല. ഈ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്ക് ഇല്ലെങ്കിൽ അപ്പം തന്നെ ഡാം അടിത്തറ അങ്ങ് തന്നെ പോകും. ഇത് പാലക്കാട്ട് വീട്ടിലിരുന്നാണ് ഇതൊക്കെ പറയണത്. അങ്ങനെ ഒരു ഡാം തകർച്ച ഉണ്ടാകുന്ന സമയത്ത് ചൈന എങ്ങാനും ഒരു വാർ ഡിക്ലെയർ ചെയ്ത ഒരു വാർ പ്ലാൻ പോലും സദേൺ നേവൽ കമാൻഡ് ഇന്ന് പൊങ്ങൂല. ഇനി നമ്മുടെ മുമ്പിൽ ആകെപ്പാടെ ഒരു പ്രശ്നമുള്ളൂ, ഡാം പൊളിച്ചു കളയണം. നമ്മുടെ കുഞ്ഞിൻ്റെ മേലെ ഡാം പൊട്ടി വരുമ്പോൾ തമിഴ്നാടിൻ്റെ വെള്ളത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക. ഈ അനീതി ഏറെ നാൾ പ്രിവെയിൽ ചെയ്യില്ല, അത് പ്രപഞ്ച നിയമമാണ്. ഇതിൻ്റെ പർപ്പസ് ഫുൾഫിൽഡ് ആവാണ്. മുല്ലപ്പെരിയാർ ഡാം തകരുമോ? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മഴക്കാലം എത്തുമ്പോൾ കേരളം ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഈ പേടിയും ഒരു ആശങ്കയും കേരളക്കാരുടെ എല്ലാവരുടെയും മനസ്സിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കൂടി വരുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷം സുപ്രീം കോടതി ഒരു സുപ്രധാന നിരീക്ഷണം നടത്തുകയുണ്ടായി. ഡാം പൊളിക്കാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അത് ബോധിപ്പിക്കാൻ തമിഴ്നാടിനോട് പറയുകയാണ് ചെയ്തത്. അതായത് കേരളത്തിന് അനുകൂലമാണ് ഈ വിധി എന്നാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. എന്നാൽ നിലവിൽ ഇപ്പോൾ ആ പേടി അങ്ങനെ തന്നെ നിൽക്കുകയാണ്. സർ, എന്താണ് ഇപ്പോൾ നിലവിൽ ഡാമിൻ്റെ അവസ്ഥ? അല്ല, ആ വിധി വന്നത് ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, അദ്ദേഹം കൂടുതലൊന്നും ആലോചിച്ചില്ല. സാധാരണ ആൾക്കാരെങ്ങനെയാണോ ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിച്ച് 130 വർഷം പഴക്കമായില്ലേ, ഇനി എന്തിനും നിലനിർത്തണം, വേറെ ഒന്ന് പണിതുകൂടെ? അതിലൊരു സാധാരണക്കാരൻ ചിന്തിക്കുന്നത് അത് തന്നെയാണ് ഇവിടുത്തെ അപ്പസ് കോർട്ടും ചിന്തിച്ചത്. 130 വർഷം പഴക്കമുള്ളൊരു സാധനം ഇനി വേണ്ട, അത് പൊളിച്ചു കളയാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബെനിഫിഷ്യറി സ്റ്റേറ്റായ തമിഴ്നാട് പറയണം. നല്ല ഡയറക്ഷനാണ് അതാ വേണ്ടത്. നമുക്ക് ഇനിയും റിപ്പയർ ചെയ്ത്, ഇനിയും പെയിൻ്റ് അടിച്ച്, ഇനിയും ആങ്കറിങ് ചെയ്ത്, പ്ലാസ്റ്ററിങ് ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു സാധനമൊന്നുമല്ല ഡാംസ്. തമിഴ്നാട് ഏതായാലും വിജിലൻ്റാണ്. അത് ഇപ്പോൾ സമ്മർ ഹോളിഡേയ്സ് ആണ് സുപ്രീം കോടതിക്ക്. അത് ഹോളിഡേയ്സ് കഴിഞ്ഞ് കോടതി തുറക്കുമ്പോൾ തമിഴ്നാടിൻ്റെ റിപ്ലൈ ഏതായാലും വരും. റിപ്ലൈ പറയാത്തത് കേരളമാണ്. അത് ഞാൻ ശരിക്കും മോണിറ്റർ ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തലപ്പത്ത് അഴിമതിക്കാരും തമിഴ്നാട് പക്ഷപാതികളുമായ ഉദ്യോഗസ്ഥന്മാരെ ഞാൻ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അത് തമിഴ്നാട് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു തരുന്നതാ. മനസ്സിലായോ? പിന്നെ ഇവരുടെ കാണിക്കൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അവർ 6 മാസം കഴിഞ്ഞിട്ടും ഇത് അനക്കിയിട്ടില്ല. അവർക്ക് കേരള ഗവൺമെൻറ്റിന് കോപ്പി കൊടുത്തിട്ടാണ് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. 6 മാസമായിട്ട് അനക്കിയിട്ടില്ല. അതെന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു കാര്യം ഈ ഉദ്യോഗസ്ഥന്മാരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സെൻട്രൽ ജയിൽ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മുടെ നികുതി പണം കൊണ്ട് പണിതിട്ടിരിക്കുന്നത്. അതവർ മനസ്സിലാക്കിയാൽ കൊള്ളാം. സാർ, ഇപ്പോൾ തമിഴ്നാട് ഉദ്യോഗസ്ഥരോട് കേരളത്തിലെ ഉദ്യോഗസ്ഥർക്കും അതുപോലെ രാഷ്ട്രീയക്കാർക്കൊക്കെയുള്ള പക്ഷപാതിത്വത്തെക്കുറിച്ച് അവരോട് കൂടുതൽ വിധേയപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ, അതുപോലെ തന്നെ മുമ്പും സാർ ഇതുപോലത്തെ ആരോപണങ്ങൾ ചിലത് ഉന്നയിച്ചിട്ടുണ്ട്. അതായത് തമിഴ്നാട്ടിലെ കമ്പം തേനി ഭാഗങ്ങളിൽ ഉദ്യോഗസ്ഥർക്കും അതുപോലെ രാഷ്ട്രീയക്കാർക്കൊക്കെ ഭൂമിയുള്ളതിനെ കുറിച്ചൊക്കെ സാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന കാര്യങ്ങളല്ല, അല്ലെങ്കിൽ ഇതൊരു ആരോപണത്തിൻ്റെ തലത്തിൽ മാത്രം നിൽക്കുന്ന ഒരു സംഗതിയല്ലേ? അല്ല, ഇക്കാര്യത്തിൽ ഈ വിഷയത്തിൽ ഞാൻ പല പ്രാവശ്യവും ഞാൻ മറുപടി പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം നമ്മുടെ പ്രശ്നം അതല്ല, ആരൊക്കെ കൈക്കൂലി വാങ്ങിച്ചോ വാങ്ങിക്കാതിരുന്നോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം. ഇപ്പം നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള ഈ ഡെമോക്രസീസിൻ്റെ വാള് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോകണം. ആരൊക്കെ ഇനിയിപ്പോൾ ഞാനൊരു CBI ഓഫീസറാണോ അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറാണോ? അല്ലല്ലോ. എൻ്റെ ഉദ്ദേശം എന്താണ്? ഡാം ഡിസ്പ്ലേസ് ഡീകമ്മീഷൻ ചെയ്യുക, അത്രയേ ഉള്ളൂ. അവിടെ എൻ്റെ പർപ്പസ് ഫുൾഫിൽഡ് ആവാണ്, ഡാം ഡീകമ്മീഷൻ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ. ഈ വിഷയത്തിൽ വിജയ് നടത്തുന്ന വളരെ അഗ്രസീവായിട്ടുള്ളൊരു ഇടപെടൽ നമ്മുടെ ശ്രദ്ധയിലുണ്ടല്ലോ. അതായത് വിജയ് ഇത് മുല്ലപ്പെരിയാർ വിഷയം കത്തിച്ച് നിർത്താനുള്ളൊരു താല്പര്യത്തിൽ അദ്ദേഹം ഇടപെടുന്നുണ്ട്. ഇപ്പോൾ മുൻ സർക്കാരായിരുന്നെങ്കിൽ, ഇപ്പോൾ സ്റ്റാലിൻ്റെ സർക്കാരായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിൽ പിണറായി ആണെങ്കിൽ, രണ്ടുപേരും ഒരു ഡിപ്ലോമസിയുടെ ചർച്ചകളുടെയൊക്കെ ഒരു വഴിയാണ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ വിജയ് ആ തരത്തിലുള്ളൊരു വഴിയല്ല, കുറച്ച് അഗ്രസീവായിട്ടുള്ളൊരു തലത്തിലാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇതുവരെയുള്ളൊരു ഇത് വെച്ചിട്ട് ഇനി ഒരുപക്ഷെ ഭാവിയിൽ മാറ്റങ്ങൾ വന്നേക്കും. എന്തായാലും ഇന്ന് വരെയുള്ളൊരു സമീപനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളത് ചർച്ചയുടെ മറ്റോ സമീപനമല്ല, ഒരു ഇച്ചിരി അഗ്രസീവാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് കമ്പം തേനി ആ ഭാഗങ്ങളിൽ നിന്ന് അതുമുതൽ ഏതാണ്ട് രാമനാഥപുരം വരെയുള്ള വലിയൊരു ഭാഗത്ത്
കിട്ടാൻ ഇടയുള്ള വോട്ടുകളുടെ ഇലക്ട്രൽ പൊളിറ്റിക്സിൻ്റെ ഒരു സംഗതി അതിനകത്ത് കിടക്കുന്നുണ്ട്. അദ്ദേഹം കുറച്ചധികം അഗ്രസീവായിട്ട് നിൽക്കുന്നതിന് പിന്നിൽ അവിടെ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച വോട്ടുകൾ തന്നെയാണ് നമുക്ക് കാണേണ്ടി വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വരും നാളുകളിലും അദ്ദേഹം കുറേ അധികം ഈ വിഷയത്തിൽ അഗ്രസീവ് ആകാനുള്ളൊരു സാധ്യത നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിനെങ്ങനെയാണ്, ഏത് തരത്തിലാണ് നമ്മൾ കേരളീയർ, മലയാളികൾ അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാർ ഇതിനെ ഏത് തരത്തിലാണ് നേരിടേണ്ടത്? അതാണ് ഇതൊരു പറഞ്ഞത് ശരിയാണ്. ഇതൊരു തമിഴ്നാട് പൊളിറ്റിക്സിൻ്റെ ഭാഗം കൂടിയായി മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വിഷയം. അപ്പോൾ പറഞ്ഞ പോലെ ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇതൊരു വിഷയമാക്കി കത്തിജ്വലിപ്പിച്ച് നിർത്തിയാലാണ് കൂടുതൽ വോട്ട് പെട്ടിയിൽ വീഴുള്ളൂ. അത് വിജയ് ചെയ്യുന്നതിൽ കുറ്റം പറയാം. നല്ലൊരു പൊളിറ്റീഷ്യൻ, അവിടുത്തെ നാടിന് വേണ്ടി സംസാരിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ വിജയ് അത് പറയുമ്പോൾ കുറ്റം പറയാൻ നമുക്ക് പറ്റില്ല. പക്ഷെ വിജയെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ഭാരതത്തിൻ്റെ പ്രശ്നമാണ്. ഇത് തമിഴ്നാടിൻ്റെ പ്രശ്നമല്ല. തമിഴ്നാടിൻ്റെ പ്രശ്നം മാത്രമല്ല, ഇത് ഭാരതത്തിൻ്റെ പ്രശ്നമാണ്. അതായത് ഇന്ത്യയുടെ സതേൺ നേവൽ കമാൻഡ് ഇതിൻ്റെ അടിയിലാണ്. നമ്മുടെ ഡാം ഇപ്പോൾ 240 ഭൂകമ്പങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായ ഡാറ്റ ഞാൻ സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതിൽ റിക്ടർ സ്കെയിലിൽ 4.1 മാഗ്നിറ്റ്യൂഡ് വരുന്ന ഭൂകമ്പമാണ് ഏറ്റവും കൂടുതൽ മാഗ്നിറ്റ്യൂഡുള്ളൊരു ഭൂകമ്പം. അത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വിസിനിറ്റിയിൽ ആവുകയും ആയാൽ ഡാം തകരും. ഏത് ഡാമിൻ്റെ വിസിനിറ്റിയിലായാലും ഡാം തകരും. എസ്പെഷ്യലി ഇത്രയും പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വിസിനിറ്റിയിൽ വന്നാൽ ഡാം തകരും. അങ്ങനെ ഒരു ഡാം തകർച്ച ഉണ്ടാകുന്ന സമയത്ത് ചൈന എങ്ങാനും ഒരു വാർ ഡിക്ലെയർ ചെയ്ത ഒരു വാർ പ്ലാൻ പോലും സതേൺ നേവൽ കമാൻഡ് ഇന്ന് പൊങ്ങൂല. അതൊരു ഈ തമിഴ്നാടിൻ്റെ നിലപാട് രാജ്യദ്രോഹമാണ് എന്നുള്ള രീതിയിൽ വരും. കേരളത്തിന് സുരക്ഷ മാത്രമല്ല, രാജ്യത്തിനുകൂടി സുരക്ഷ. രാജ്യദ്രോഹമാണ്. നേവൽ ആർമമെന്റ് ഡിപ്പോയും ഇതിൻ്റെ അടിയിൽ തന്നെയാണ്. ആയുധങ്ങൾ എടുക്കാൻ പറ്റില്ല, ഒരു വാർ പ്ലാൻ ഇവിടുന്ന് പൊങ്ങൂല. അതായത് ഇന്ത്യയുടെ ഒരു കൈ ഒടിഞ്ഞ പോലെയാവും. മനസ്സിലായ? അപ്പോൾ നമ്മൾ കേരളം ഇപ്പോൾ ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷനാണ്. ഇപ്പോൾ ചൈനയ്ക്ക് എവിടെയൊക്കെ ബേസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ശ്രീലങ്കൻ ആർമിയുടെ എന്ന് പറഞ്ഞാലും ഒരുപക്ഷെ ചൈനീസ് ബേസ് ആവാൻ സാധ്യതയുണ്ട്. നമ്മൾ ചെറിയ രാജ്യങ്ങളിലെല്ലാം ഈ ചൈനക്കാർ കടന്നു കയറിയിട്ട് അവരുടെ ബേസ് സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു യുദ്ധ സാഹചര്യത്തിൽ ഈ ഡാം ഇങ്ങനെ നിൽക്കുന്നത് ഒട്ടും സുരക്ഷിതമല്ല എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. ഈ മുല്ലപ്പെരിയാർ വിഷയം എന്ന് പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ അതൊരു വോട്ട് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമൊന്നുമല്ല. അതൊരു വിഷയമാണ്, ആളുകൾക്ക് ആശങ്കയുണ്ട് എന്നതല്ലാതെ തമിഴ്നാട്ടിൽ ഇതൊരു വോട്ട് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ കമ്പം, തേനി ഡിസ്ട്രിക്റ്റിൽ വലിയ ഒരളവിൽ വിജയ് നേട്ടമുണ്ടാക്കിയത് ഈ ഒരു വിഷയം വലിയ തോതിൽ ഉയർത്തിയിട്ടാണ്, മുല്ലപ്പെരിയാർ വിഷയം ഉയർത്തിയിട്ടാണ്. ആ തരത്തിൽ വോട്ട് സമാഹരിക്കാൻ പറ്റുന്നൊരു വിഷയമായിട്ട് ഇന്ന് വരെ മുല്ലപ്പെരിയാർ വിഷയം നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും മലയാളികൾ ഇതിനെ ഒരു അത്ര സീരിയസ്നെസ് കൊടുക്കാതെ, തമിഴ്നാടിനെ പോലെ അത്ര വലിയൊരു ഇതിലേക്ക് വളർത്താതെ വയ്ക്കുന്നത്? അത് സുപ്രീം കോർട്ട് 2012 നിരീക്ഷിച്ച കാര്യങ്ങളിൽ മലയാളികൾ അത്രത്തോളം വിശ്വസിക്കുന്നതാണോ? അതായത് ഈ ഡാം സേഫാണ്, ഡാമിന് ദീർഘകാലം നിലനിൽക്കാനുള്ള അതിജീവന ശേഷിയുണ്ട് എന്ന സുപ്രീം കോർട്ടിൻ്റെ സമിതിയുടെ നിരീക്ഷണങ്ങളോട് അത്രയും എന്താ പറയുക വിശ്വാസം ഉള്ളതുകൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ അതിനുണ്ടോ? അതിന് മലയാളി സൈക്കോളജി എന്ന് പറയണം. മനസ്സിലായ? അതൊരു ആപ്റ്റ് ക്വസ്റ്റ്യനാണ്. അതായത് തമിഴ്നാട്ടിലെ സംബന്ധിച്ചിടത്തോളം ആ നാടിൻ്റെ ആവശ്യം ജനങ്ങളാണ് തീരുമാനിക്കണേ. ആ ജനപക്ഷത്തേക്ക് രാഷ്ട്രീയക്കാർ വരും, ജനങ്ങൾ തീരുമാനിക്കും, രാഷ്ട്രീയം നടപ്പിലാക്കും. അതെ, അതാണ് അവിടെ തമിഴ്നാട് പൊളിറ്റിക്സ്. അല്ലാണ്ട് തമിഴ്നാട് പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ അന്ധമായി സിനിമാക്കാരുടെ പുറകെ നടക്കുന്ന ജനങ്ങളൊന്നുമല്ല. അവർ വളരെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ആലോചിച്ച് അവർ മാനിഫെസ്റ്റോ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ മാനിഫെസ്റ്റോ ആയിട്ട് വരുന്നതും അവിടെ നടപ്പിലാവുന്നതും. അത്ര വിജിലൻ്റാണ് അവിടുത്തെ ജനങ്ങൾ, മനസ്സിലാക്കണം. കേരളത്തിൽ വരുമ്പോൾ മാറി, നേരെ ഓപ്പോസിറ്റാണ്. ഞാൻ UDF കാരൻ,
ഇനി ഡാമല്ല എന്ത് പൊട്ടി വന്നാലും ഞാൻ UDF-നെ വോട്ട് ചെയ്യുള്ളൂ. എൻ്റെ മക്കൾ ഒലിച്ചു പോയാലും ഞാൻ തന്നെ ഒലിച്ചു പോയാലും ഈ നാട് ഒലിച്ചു പോയാലും ഞാൻ UDF-നെ വോട്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാൻ LDF-നെ വോട്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാൻ NDA-ക്ക് വോട്ട് ചെയ്യുള്ളൂ. ഇങ്ങനെ 3 ഡിവൈഡഡ് ആണ് ഇവിടുത്തെ ജനങ്ങൾ. അവരുടെ ഈ ബുദ്ധി ഈ 3 രാഷ്ട്രീയ പാർട്ടികളുടെയും അടിമത്തത്തിലാണ് നിലനിൽക്കണേ, 3 മുന്നണികളുടെ അടിമത്തത്തിലാണ് നിൽക്കണേ. അതുകൊണ്ട് അവർക്ക് ഒരു കാലത്തും എസ്കേപ്പ് ഇല്ല. ഇപ്പോൾ നമുക്കതിന് എക്സാമ്പിൾ ഉണ്ട്. 2011 ശ്രീ പിണറായി വിജയൻ പറഞ്ഞു ഡാം പൊട്ടും, നമുക്ക് മനുഷ്യച്ചങ്ങല തീർക്കണം. എല്ലാ LDF പ്രവർത്തകരും പോയി മനുഷ്യച്ചങ്ങല തീർത്തില്ലേ? ഇപ്പം അവരൊക്കെ അവിടെ പോയി. 10 വർഷം ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അപ്പോൾ അവരൊക്കെ അവിടെ പോയി. അപ്പം ഈ അടിമത്താണ്, അത് ഒരു പാർട്ടി എന്നല്ല, പാർട്ടി അടിമത്തം. സാറ് നമ്മളിപ്പോൾ 2025 ഒക്ടോബർ മാസത്തിൽ വന്ന വെർഡിക്റ്റ്, കോടതി ഉത്തരവ് നമ്മൾ കണ്ടു. അതിൽ കോർട്ട് ഒരല്പം കടന്ന് ഇടപെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കോർട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ലാത്ത ഒരു തരത്തിൽ കോർട്ട് ഇടപെട്ടതായിട്ട് കാണാൻ കഴിയും. തമിഴ്നാടിന് പാട്ടക്കരാർ, തിരുവിതാംകൂറുമായിട്ട് വെച്ച പഴയ പാട്ടക്കരാർ റദ്ദാകുമോ എന്നൊരു ഭീതി തമിഴ്നാടിനുള്ളതായിട്ട് കോർട്ട് നിരീക്ഷിക്കുകയുണ്ടായി. ഗവായുടെയും വിനോദ് ചന്ദ്രൻ്റെയും കോർട്ട് ബെഞ്ച് നിരീക്ഷിക്കുകയുണ്ടായി. അപ്പോൾ ഇത് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ നിലപാടുകൾക്ക് കിട്ടുന്ന, കോർട്ടിന് ഉള്ളിൽ കിട്ടുന്ന ഒരു സ്വീകാര്യതയുടെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അടയാളമായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാടിനെ ഒരളവോളം നമുക്ക് ഏതെങ്കിലും തരത്തിലും മറികടക്കാൻ കഴിയുന്നതിൻ്റെ ഒരു സൂചനയായിട്ട്, അതിൻ്റെ ഒരു തുടക്കത്തിൻ്റെ സൂചനയായിട്ടെങ്കിലും കാണാൻ കഴിയും. ഇല്ല, പാട്ടക്കരാറ് ഇല്ല, നിലവിലൊരു പാട്ടക്കരാറും ഇല്ല. ഈ പാട്ടക്കരാറ് കേരളത്തെ സ്നേഹിച്ച ഒരു ദിവാനുണ്ടായിരുന്നു, സർ CP രാമസ്വാമി അയ്യർ എന്ന് പറഞ്ഞു. അദ്ദേഹം കേസ് കൊടുത്ത് ഇല്ലാതാക്കിയതാണ് 1940 തന്നെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ നിലവിൽ അങ്ങനെ ഒരു പാട്ടക്കരാറില്ല. പിന്നെ 1947 തിരുവിതാംകൂർ സ്വതന്ത്രമായി. ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ തന്നെ ഇന്ത്യൻ യൂണിയനിൽ വന്നിട്ടില്ല തിരുവിതാംകൂർ പ്രത്യേക രാജ്യമായിരുന്നു 1947. തിരുവിതാംകൂറിൽ അന്ന് ഭരിച്ചിരുന്നത് ചിത്ര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവാണ്. അദ്ദേഹം ഒരു റോയൽ പ്രൊക്ലമേഷൻ മൂലം പാട്ടക്കരാർ റദ്ദാക്കിയിട്ടുണ്ട്. 2025 ഒക്ടോബറിൽ വന്ന സുപ്രീം കോർട്ടിൻ്റെ വിധിയിൽ അതിൻ്റെ കൂടെ നടത്തിയ പരാമർശങ്ങളാണെന്ന് തോന്നുന്നു ഗവായിയും വിനോദ് ചന്ദ്രനും അടങ്ങിയ ബെഞ്ച്. അതിൽ പറയുന്നത് തമിഴ്നാടിന് ഈ പാട്ടക്കരാർ റദ്ദാകുമോ എന്ന ഭീതി ഉള്ളിൽ വളർന്നിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു പരാമർശം കിടക്കുന്നത്. അപ്പോൾ ഇത് മുമ്പ് സുപ്രീം കോർട്ട് ഇതുവരെ ഇടപെട്ട രീതികളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്, കുറച്ച് അഗ്രസീവാണ്. ഈ തരത്തിലും കടന്ന് സംസാരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഇത് നമ്മുടെ സംസ്ഥാന സർക്കാരിന്, കേരളത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം രൂപപ്പെടുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് നമുക്ക് കാണാൻ കഴിയുമോ? ഇതിപ്പോൾ നമ്മൾ ഈ കരാറിൻ്റെ പുറകെ ഒന്നും നടക്കാനുള്ള സമയം നമുക്കില്ല. ഡാം 130 വർഷം പഴക്കമായി, ഭൂകമ്പ സാധ്യതയുള്ള മേഖലയിൽ നിൽക്കുന്നു. 240ഓളം ട്രമേഴ്സ് ഇവിടെ ഉണ്ടായി. പിന്നെ കേരളം തന്നെ റെഡ് സോണിലേക്ക് വന്നു, സിസ്മിക് ഗ്രാഫിൽ റെഡ് സോണിലേക്ക് വന്നു. അത്തരം ഒരു സാഹചര്യത്തിൽ ഡാം നിലനിർത്താൻ പാടില്ല എന്നുള്ളതാണ്. കരാറുണ്ടോ ഇല്ല എന്നൊന്നും ഇനി ചിന്തിച്ച് പോകാൻ പറ്റില്ല. പക്ഷെ കരാറ് സർ CP രാമസ്വാമി അയ്യർ ഒരു ആർബിട്രേഷൻ അവാർഡ് മൂലം 1941 റദ്ദ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ 1947 അന്നത്തെ മഹാരാജാവായിരുന്ന ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് ഒരു റോയൽ പ്രൊക്ലമേഷൻ, രാജശാസനം വഴി ഈ കരാറ് റദ്ദ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോയപ്പോൾ എല്ലാ നാട്ടുരാജ്യങ്ങളുമായിട്ടുള്ള കരാറുകൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരം റദ്ദ് ചെയ്തിട്ടാണ് പോയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ പോയ ശേഷം ഇവിടുത്തെ ഒരു സിറ്റിസൺ ക്രൗണിനെതിരെ ഒരു കേസ് കൊടുക്കാൻ പാടില്ല. ബ്രിട്ടീഷ് കോടതികളിലോ ഇന്ത്യൻ കോടതികളിലോ ക്രൗണിനെതിരെ ഒരു കേസ് വരാൻ പാടില്ല. അതുകൊണ്ട് എല്ലാ കരാറുകളും ബ്രിട്ടീഷുകാർ ഏർപ്പെട്ട നാട്ടുരാജ്യങ്ങളുമായിട്ടുള്ള സകല കരാറുകളും റദ്ദ് ചെയ്തിട്ട് അവിടുന്ന് പോയത്. പിന്നെ 1956 സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ ആക്ട്, അത് പ്രകാരവും ഈ കരാറുകളൊന്നും നിലനിൽക്കില്ല. പിന്നെ ഈ കരാറെ സംബന്ധിച്ചിടത്തോളം ആഡ്വക്കേറ്റ് കൺസിഡർ കോൺട്രാക്റ്റ് ആക്റ്റിൽ പറയുന്ന പല വസ്തുതകളും ഈ കരാറിന് നിരക്കുന്നതല്ല. അങ്ങനെ ഒരുപാട് ആഡ്വക്കേറ്റ് കൺസിഡറേഷൻ ഇല്ല എന്നുള്ളതൊക്കെ ഒരു വിഷയമാണ്.
അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് കരാർ ഇപ്പം നിലവിലില്ല. പക്ഷെ നമ്മൾ കരാറുണ്ടോ എന്നതിനെ കുറിച്ച് ഇനിയൊരു ചർച്ചയ്ക്ക് വഴി തുറന്നിട്ടാൽ എന്താണെന്നറിയോ, അതൊരു 10 കൊല്ലം ചർച്ച ചെയ്യും. അപ്പോഴേക്ക് ഡാമോ നമ്മളോ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ കരാറുണ്ടോ ഇല്ലേ എന്നുള്ളൊരു ചർച്ചയ്ക്ക് ഇനി സാങ്കത്യമില്ല. ഇനി ഇത് പൊളിക്കോ ഇല്ലയോ. പക്ഷെ അത് പറയുമ്പോൾ 70-ലെ കരാർ വെച്ചാണല്ലോ പറഞ്ഞത്. പുതുക്കിയപ്പോൾ ഈ പാട്ടക്കരാറൊക്കെ ഉൾപ്പെടെയാണ് പുതുക്കിയെന്നാണ് ഒരു വാദം. അല്ല, അതങ്ങനെ തന്നെയാണ്. പക്ഷേ അങ്ങനെ പുതുക്കാൻ പറ്റില്ല. അതായത് അന്ന് പുതുക്കണമെങ്കിൽ നിയമസഭയുടെ അപ്രൂവൽ വേണം. കേരള നിയമസഭയിൽ ഇത് അവതരിപ്പിച്ചിട്ട് നിയമസഭ പാസ്സാക്കണം. എന്നാലാണ് കരാർ പുതുക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അതൊരു കടലാസിൻ്റെ വില പോലും ആ പുതുക്കിയ കരാറിനില്ല. അത് മാത്രമല്ല, നിയമസഭ പാസ്സാക്കണമെന്നോ ഒന്ന്, രണ്ടാമത് അറ്റ്ലീസ്റ്റ് ക്യാബിനറ്റെങ്കിലും പാസ്സാക്കണമായിരുന്നു. അതുമില്ല. അത്തരമൊരു കരാറിൽ എന്ത് സാങ്ക്ടിറ്റിയാണ് ഉള്ളത്? ആ കരാറ് ഇറ്റ്സെൽഫ് ഈസ് വോയിഡ്. അപ്പോൾ കരാറൊന്നുമില്ല. ഇനി നമ്മുടെ മുമ്പിൽ ആകെപ്പാടെ ഒരു പ്രശ്നമേ ഉള്ളൂ, ഡാം പൊളിച്ച് കളയണം. അത്രയേ ഉള്ളൂ. വെള്ളത്തിൻ്റെ കാര്യമൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. വെള്ളത്തിൻ്റെ കാര്യമാണ്. അപ്പം നമ്മുടെ കുഞ്ഞിൻ്റെ മേലെ ഡാം പൊട്ടി വരുമ്പോൾ തമിഴ്നാടിൻ്റെ വെള്ളത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക? ആണോ? നമ്മുടെ ജീവനല്ല. ഇവരെന്തോന്നാ ഈ പറയണേ? എനിക്ക് ഒട്ടും മനസ്സിലാവാത്ത കാര്യമാണ്. വെള്ളവും ജീവനും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും. എന്തൊരു നോൺസെൻസാ അത്! ഭാഷയ്ക്ക് ഒരു അപമാനമല്ലേ? ഒരാളുടെ ജീവനും വെള്ളമായിട്ട് ഇക്വേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭാഷയ്ക്ക് പോലും അപമാനമല്ലേ? സാർ, ഇതിൽ കിടക്കുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ ഉന്നയിക്കുന്ന ഒരു മുദ്രാവാക്യത്തിന് സമാനമായിട്ടുള്ളതാണ് തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ. ഇത്രയേ ഉള്ളൂ. ഇതിനപ്പുറത്തേക്ക് തമിഴ്നാടിനെ കൺവിൻസ് ചെയ്യിക്കുന്ന, ഈ ഡാം പൊളിച്ച് പുതിയത് പണിയാം എന്നാണല്ലോ കേരളത്തിന്റെ ഒരു നിലപാട്. അപ്പൊ അത് കൺവിൻസ് ചെയ്യിക്കുന്ന തരത്തിൽ ഇത് പൊളിച്ചിട്ട് ഇന്ന കരാറുകൾ വെച്ച് ഇന്ന രീതിയിൽ എന്ന് കൃത്യം പ്ലാൻഡ് ആയിട്ട് ഒരു നിർദ്ദേശം അങ്ങോട്ട് വെക്കാനും, നമ്മുടെ ഒരു ഫെഡറൽ സിസ്റ്റം ആണല്ലോ, ഇതൊരു നീക്കുപോക്കുകൾ എപ്പോഴും വേണ്ടി വരും, ചർച്ചകൾ കൊണ്ടുവരും. അപ്പോൾ ഈ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിൽ കേരളം ഇനീഷ്യേറ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? കേരളം ഒരു തരത്തിൽ ഇനീഷ്യേറ്റ് ചെയ്യുന്നില്ലാണ് സാറ് പറയുന്നത് പല കാര്യങ്ങളിലും ഈ വിഷയത്തിൽ. ഇത് നമ്മൾ ഈ മുദ്രാവാക്യം മുമ്പോട്ട് വെച്ചിട്ട് കാര്യമില്ല. അവരെ സംബന്ധിച്ചാൽ അത് വലിയൊരു ഭീതിയുടെ പ്രശ്നമാണ്. അവിടെ ഒരു പൊളിറ്റിക്കൽ ഒരു ക്രോഡീകരണം ഈ വിഷയത്തിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്നും വെക്കാതെ, ഒന്നും പറയാതെ ജസ്റ്റ് ഒരു മുദ്രാവാക്യം വെക്കുകയാണ്, സുരക്ഷ എന്നുള്ള ഒരൊറ്റ കാരണം പറഞ്ഞത്. ഇത് എത്രത്തോളം ഇതായിരിക്കും അവരെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ച് അത് എത്രത്തോളം പ്രാക്ടിക്കലാണ്? അവിടെയാണ് നമ്മുടെ പ്രശ്നം കിടക്കുന്ന. അവിടെയാണ് തമിഴ്നാടിൻ്റെ അഭിപ്രായങ്ങൾക്കെല്ലാം നല്ല വെയിറ്റ് ഉണ്ട് അല്ലേ? നമ്മുടെ ഏതെങ്കിലും അഭിപ്രായം, ഒരു വെയിറ്റുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ നാളിതുവരെ ഭരിച്ച സർക്കാരുകൾ? നമ്മുടെ അവസ്ഥ എന്താണ്? എനർജി ഡിഫിസിറ്റ് സ്റ്റേറ്റാണ്. ഇവിടെ അടിക്കടി പവർ കട്ടുള്ളൊരു സ്റ്റേറ്റാണ്. നമ്മൾ 10,000 കോടി രൂപയുടെ ഇലക്ട്രിസിറ്റി പുറത്തുനിന്ന് വാങ്ങുന്ന സ്റ്റേറ്റാണ്. തമിഴ്നാടോ എനർജി സർപ്ലസ് സ്റ്റേറ്റാണ്. നിങ്ങൾ മുല്ലപ്പെരിയാർ വെള്ളത്തിൽ നിന്നുണ്ടാക്കുന്ന മുഴുവൻ എനർജി നമുക്ക് തരണം എന്ന് കേരളം പറയാതെ എന്താണ്? നിങ്ങൾ ആ എനർജി തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളമില്ല. മനസ്സിലായ? അതാ പറയണ്ടേ. നിങ്ങൾ ഞങ്ങളുടെ വെള്ളത്തിൽ നിന്ന് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന എനർജി, ഇലക്ട്രിസിറ്റി ഞങ്ങൾക്ക് തരുന്നില്ല അല്ലേ? നിങ്ങൾക്ക് വെള്ളമില്ല, വെള്ളം തരുന്നില്ല. അങ്ങനെയാണ് ഇവിടുത്തെ ഗവൺമെൻറ് പറയേണ്ടത്. അത് പറയില്ല. മാത്രമല്ല, ഇടുക്കി ഡാമിൻ്റെ മൂലമറ്റം പവർ ഹൗസ് അവിടെ വെറുതെ കിടക്കുക. വെള്ളമില്ല ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ. അതിൻ്റെ കപ്പാസിറ്റിയുടെ 1/4 പോലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാവുന്നില്ല. ഞങ്ങൾക്ക് വൈദ്യുതി ഇല്ല, ഞങ്ങളുടെ പവർ സ്റ്റേഷൻ വെറുതെ കിടക്കുന്നു, അതുകൊണ്ട് നിങ്ങളാ വൈദ്യുതി ഇങ്ങോട്ട് തന്നാൽ വെള്ളം തരാമെന്ന് പറയാനെങ്കിലും ഒരാർജവമുള്ള ഒരു ഗവൺമെൻറ് കേരളത്തിൽ വേണ്ടേ? നമ്മുടെ കമാൻഡിങ് പവർ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാരണം നമുക്കറിയാം 2018 പ്രളയത്തിൻ്റെ സമയത്താണെന്ന് തോന്നുന്നു മുഖ്യമന്ത്രി തമിഴ്നാട്ടിൽ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി കത്തയച്ചപ്പം അവരത് കൂട്ടുമെന്ന രീതിയിലാണ് റിപ്ലൈ വന്നത്. അല്ല, ഇത് ഇപ്പോഴും ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷനാണ് അല്ലേ? സംസ്ഥാനങ്ങളുടെ അധികാരം നിർവചിക്കപ്പെട്ടിട്ടുണ്ട്, കേന്ദ്രത്തിൻ്റെ അധികാരങ്ങൾ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ ഭരണം നടത്തേണ്ടത് കേരള സർക്കാരല്ലേ? അല്ലാണ്ട് തമിഴ്നാടാണോ കേരളത്തിൽ കയറി ഭരിക്കുന്നത്? കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഡാമിൻ്റെ പൂർണ്ണ നിയന്ത്രണവും അഡ്മിനിസ്ട്രേഷനും വേണ്ടത് കേരള സർക്കാരിനാണ്. അത് അവർക്ക് കൊടുത്തോണ്ട് ഇവിടെ ഒരു നിവർന്ന് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇവിടെ എങ്ങനെ ഉണ്ടാവും? ഒരു അന്തസ്സുള്ള ഒരു മുഖ്യമന്ത്രി എങ്ങനെ ഉണ്ടാവും? എൻ്റെ ചോദ്യം അതാണ്.
ഈ അടിമത്തം പേര് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, എല്ലാ സംസ്ഥാനങ്ങൾക്കും സ്വാതന്ത്ര്യം കിട്ടി, കേരളത്തിന് മാത്രം സ്വാതന്ത്ര്യമില്ല. 47 മുതൽ ഈ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം വരെ നമുക്ക് സ്വാതന്ത്ര്യമില്ല. നമ്മുടെ സ്ഥലത്ത് കയറി വേറൊരുത്തം ഭരിക്കുന്നു. അത് ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷനെതിരാണെന്ന് കേരളം പോയി സുപ്രീം കോടതി പറയാത്ത എന്താ? എന്തൊരു നാണം കെട്ട അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. എന്നിട്ട് നമുക്കൊരു പേരുണ്ടല്ലോ, എന്തെന്നാണ്? നമ്മള് പ്രബുദ്ധരാണ്. ഈ പറയുമ്പോൾ നമുക്ക് സാറിപ്പോൾ പറഞ്ഞ നമുക്ക് എല്ലാവർക്കും ഒരു കാലങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും സർക്കാരിന് പറയുന്ന ഒരു ചലനം ഉണ്ടാകുന്നില്ല. ഇപ്പം നമ്മളറിയാം, ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ഉത്തരവ് 2000 ഒക്ടോബർ, കഴിഞ്ഞ വർഷം ഒക്ടോബർ വന്ന ഉത്തരവ്, അത്രയും വരെ എനിക്ക് സാറിൻ്റെ പോരാട്ടം തന്നെയാണ്, അത്രയും എത്തിച്ചൊരു എഫേർട്ടാണ് എത്തിച്ചത്. അത് എന്നിട്ടൊരു പുഷ് സർക്കാരിന് ഭാഗത്ത് ഉണ്ടാവുന്നില്ല. അത് സർക്കാർ എന്താണ് സാങ്കേതിക തടസ്സം വല്ലതുണ്ടോ? അല്ല, ഇനി ഉണ്ടാവും. ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ സ്വന്തം നാടിനെ ഒറ്റ കൊടുക്കുന്നതിന് ഒരു അവസാനമുണ്ട്. ആ അവസാനമായി. ഇനി ഒറ്റ കൊടുക്കാൻ പറ്റില്ല. ഒരു ഗവൺമെൻറ്റിനും പറ്റില്ല, ഇവിടുത്തെ ഒരു രാഷ്ട്രീയത്തിനും കേരളത്തെ ഒറ്റ കൊടുക്കാൻ പറ്റില്ല. ആ രീതിയിൽ ഞാൻ കാര്യങ്ങൾ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. സർക്കാരുമായിട്ടും ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ അനുനയിപ്പിക്കേണ്ടത് ഇപ്പോൾ കേരള സർക്കാരിനെയാണ്. ഏറ്റവും വലിയ ടാസ്ക് ഹിമാലയൻ ടാസ്ക്കാണ് അത് അതിൽ വിജയിച്ച് വരുന്നു എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം എന്ന് വെച്ചാൽ ഈ അനീതി ഏറെ നാൾ പ്രിവെയിൽ ചെയ്യില്ല. അത് പ്രപഞ്ച നിയമമാണ്. എന്ത് അനീതിയാണേലും ഏറെ നാൾ നിൽക്കില്ല. അതിനൊരു അവസാനം ഉണ്ടാവും. ആ അവസാനത്തിലേക്ക് വന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അനുകൂലമായി വരുന്നുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലും ജുഡീഷ്യറിയുടെ ഭാഗത്തും എല്ലാം കൊണ്ടും കേരളത്തിന് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കിയെടുക്കുന്നതിൽ ഞാൻ വിജയിച്ചിട്ടുണ്ട്. നമുക്ക് ആരോട് എതിർപ്പൊന്നുമില്ല. അതാണ് അവർ മനസ്സിലാക്കി തുടങ്ങി. ഇത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടുള്ള എതിർപ്പില്ല, രാഷ്ട്രീയ നേതാക്കളോട് എതിർപ്പില്ല. അഡ്വക്കേറ്റ് റസൽ ജോയ് ഇത് പറയുന്നത് നാടിനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് അവർ തിരിച്ചറിഞ്ഞു തുടങ്ങി. അപ്പോൾ അവരും പല നിലപാടുകളും മാറ്റേണ്ടതായിട്ട് വരും. പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയേണ്ടതായിട്ട് വരും. ഇനി ആർക്കും രക്ഷയില്ലാത്ത ഒരു ട്രാപ്പ്, ഒരു പത്മവ്യൂഹത്തിൽ എല്ലാവരും ഞാൻ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. തമിഴ്നാടും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യും. അപ്പോൾ അൾട്ടിമേറ്റ്ലി കോടതിക്ക് അതിൽ നിന്ന് എൻ്റെ ക്രക്സ് മനസ്സിലാവും. ഇവിടെ ഇത്രയുള്ള പ്രശ്നം, ഈ ലോകത്ത് 40 വർഷം കഴിഞ്ഞാൽ എല്ലാ ഡാംസും ഡീകമ്മീഷൻ ചെയ്യും, ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ. ഇത് എത്ര 40 കഴിഞ്ഞു. അപ്പോൾ ഇനി അത് നിർത്താൻ പാടില്ല എന്ന് കോടതിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം കോടതി എന്തായാലും ഇതിലൊരു ഡീകമ്മീഷൻ ഉത്തരവിടും. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം ഞാനോ ഇവിടുത്തെ ഗവൺമെൻറ്റാണോ പറയേണ്ടത്? അത് വിജയ് വന്ന് തിരുവനന്തപുരത്ത് വന്ന് പറയണം. അല്ലാണ്ട് ഞാൻ സെൻറ്റ് ജോർജ് ഫോർട്ടിലേ ഇരിക്കുള്ളൂ, നിങ്ങൾ അങ്ങോട്ട് വാന്ന് പറഞ്ഞാലൊന്നും കാര്യം നടക്കില്ല. വിജയ് അവിടെ നിന്ന് ഇറങ്ങി തിരുവനന്തപുരത്ത് വന്ന് ഞങ്ങളുടെ തമിഴ് മക്കൾക്ക് വെള്ളം വേണമെങ്കിൽ എന്താണ് ഓപ്ഷൻ എന്ന് അദ്ദേഹം, ഇവിടെ കുറേ ആൾക്കാർ ടണല് മറ്റത് മറിച്ചത് കുന്തമെന്നൊക്കെ പറയുന്നില്ലേ. ഇതൊന്നും നമ്മൾ പറയേണ്ട കാര്യമല്ല. ഇത് തമിഴ്നാട് പറയണം ഞങ്ങൾക്ക് ഇന്ന രീതിയിൽ വെള്ളം വേണം എന്നുള്ളത്. ആരുടെ? ഈ ശ്രീധരൻ, ഞാനത് ഭയങ്കര ഖേദപൂർവ്വമാണ് ചിന്തിക്കുന്നത്. അദ്ദേഹം ഒന്നും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഡാമിൽ സുർക്കിയില്ല എന്നുള്ളത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, രണ്ട് വശത്തും കല്ലിങ്ങനെ അടുക്കിയെടുത്ത് നമ്മളെ തലയിൽ ചുവന്ന് കൊണ്ടുപോകാൻ പാകത്തിനുള്ള കല്ലായി പറയണേ. അങ്ങനെ ചുവന്ന് കൊണ്ടുപോയി ഒരാൾക്ക് ചുമക്കാൻ പറ്റുന്ന കല്ല് ചുവന്ന് കൊണ്ടുപോയാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തത്. അപ്പോൾ രണ്ട് വശത്തും ഈ കല്ല് വെച്ചിട്ട് നടുക്ക് മണലും ചുണ്ണാമ്പും കൂടി ഉരുക്കി ചൂടാക്കി ഒഴിച്ചതാണ് സംഭവം. അപ്പം അതിനിപ്പോൾ കൂടുതൽ ബർഡൻ കൊടുക്കാൻ വേണ്ടി ഒരു സൈഡ് വാളും കൂടി കെട്ടി വെച്ചിട്ടുണ്ട്. അത് എന്ത് എൻജിനീയറിംഗ് ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, ഇവിടുത്തെ ഒരു എൻജിനീയേഴ്സിനും മനസ്സിലായിട്ടില്ല. പ്രമുഖരായ പല എൻജിനീയേഴ്സായിട്ട് ഞാൻ കൺസൾട്ട് ചെയ്ത് അവർക്കും മനസ്സിലായിട്ടില്ല ഈ സൈഡ് വാൾ കൊണ്ടുള്ള പ്രയോജനം. എന്തെങ്കിലും അവിടെ അങ്ങനെ ഒരു വാളുണ്ട്. അത് മോണോലിത്തിക്കാന്ന് പറയണം. മോണോലിത്തിക് എന്ന് പറഞ്ഞാൽ സെയിം സ്ട്രക്ചർ, എങ്ങനെ സിമെൻറ്റ് സ്ട്രക്ചറും മറ്റേ മേസൺട്രി സ്ട്രക്ചറും എങ്ങനെ മോണോലിത്തിക്കാണ്, അതും എനിക്ക് മനസ്സിലായിട്ടില്ല. എങ്ങനെയാണേലും ഈ പറഞ്ഞ നടുക്കുള്ള സുർക്കി അവിടെ ഇല്ല. സുർക്കി 130 കൊല്ലം കൊണ്ട് കംപ്ലീറ്റ് ഒലിച്ചു പോയി. സുർക്കി അങ്ങോട്ട് പോയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ചെളി നിറയും. അപ്പൊ ചെളി അതിൽ നിറച്ച് വേണം, വെള്ളവും ചെളിയും വേണം. അതിൻ്റെ ഒരു താഴത്തേക്കുള്ള ഒരു ഗ്രാവിറ്റേഷണൽ ഒരു ഡൗൺവേർഡ് ഫോഴ്സ് ഇല്ലെങ്കിൽ ഡാം അപ്പം തന്നെ വീഴും.
അടിത്തറ അങ്ങ് തെന്നിപ്പോവും. ഈ അടിത്തറ മുഴുവനും ദ്രവിച്ചിരിക്കുന്ന അടിത്തറയാണ്. 100 അടിക്ക് താഴെ ഒരു റിപ്പയറിങ് നടത്തിയിട്ടില്ല നാളിതുവരെ. അവിടെയൊക്കെ പോയി റിമോട്ട് ഓപ്പറേറ്റഡ് വെഹിക്കിൾ ഉപയോഗിച്ചുകൊണ്ട് പരീക്ഷണം നടത്തിയതിൽ കല്ലെല്ലാം ദ്രവിച്ച് പൊടിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്ക് ഇല്ലെങ്കിൽ അപ്പം തന്നെ ഡാം വീഴുമ്പോൾ അടിത്തറ അങ്ങ് തെന്നിപ്പോവും. അത് തമിഴർക്ക് അറിയാം. അതുകൊണ്ടാണ് അവർ ഒരു കാലത്തും വെള്ളം കുറയ്ക്കൂല എന്ന് പറയണതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ഈ ശ്രീധരൻ പറയാണ് അവിടെ വെള്ളം കുറച്ച് 50 അടിക്ക് ടണൽ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ തമിഴൻ്റെ നെഞ്ചു പൊട്ടിച്ചാവും തമിഴന്മാർ. ഒരിക്കലും സമ്മതിക്കില്ല. അപ്പം തന്നെ ഡാം വീഴും. അതുപോലെ തന്നെ ടണൽ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ഇപ്പം കടൽ തുറന്ന് ടണൽ ഉണ്ടാക്കുന്നുണ്ട് ഇല്ലേ, നമ്മൾ വായിക്കുന്നില്ലേ, പല എൻജിനീയറിങ് വിസ്മയങ്ങളാണ്. കടലിൻ്റെ അടിയിൽ കൂടെ തുരങ്കം, പക്ഷേ അതിൻ്റെ ഒരറ്റം കരയിലായിരിക്കും, അല്ലാണ്ട് വെള്ളത്തിലല്ല. വെള്ളത്തിലെങ്ങനെ തുറക്കും? അത് ഈ ശ്രീധരൻ്റെ ടെക്നോളജി എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഈ വെള്ളത്തിൽ ടണൽ കുഴലുണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല അതെങ്ങനെയാണ്. അതിൻ്റെ എങ്ങനെയാണെങ്കിലും ഈ ടണൽസ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ ഒരറ്റം കരയിലായിരിക്കും. അത് രണ്ടാമത്തെ ഒരു കാര്യം. പിന്നെ ഈ ശ്രീധരൻ അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് ഈ റിസർവോയർ ഏരിയ എന്ന് വെച്ചാൽ ഒരു ഫ്ലാറ്റ് സർഫസ് ആണെന്നാ. അതല്ല, ഈ റിസർവോയർ ഏരിയ കുന്നും മലയാണ്. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും തുളച്ച് ഒരു ടണലുണ്ടാക്കിയെന്ന് വിചാരിക്കുക, ഒരു കുഴിയിലെ വെള്ളം അങ്ങ് പോകും, ബാക്കിയുള്ള തൊള്ളൊക്കെ അവിടെ കിടക്കും. അങ്ങനെ എത്ര ടണലുണ്ടാക്കേണ്ടി വരും? ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വെള്ളത്തിൽ തുറക്കാമെന്ന് വിചാരിച്ചോ, എത്ര എണ്ണം ഉണ്ടാക്കേണ്ടി വരും? പിന്നെ ഇത് അവിടെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യണമെന്നാണ് പറയണേ. തമിഴ്നാട്ടിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യണമെന്ന്. അവിടെ കഴിഞ്ഞ വർഷം അവിടുത്തെ ഇറിഗേഷൻ മിനിസ്റ്റർ 142 നിന്ന് ഈ വിജയ് ഗവൺമെൻറ്റിന് മുമ്പുള്ള ഗവൺമെൻറ്റിലെ ഇറിഗേഷൻ മിനിസ്റ്റർ തേനി വന്ന് 142 അടിയിൽ നിന്ന് 152 അടി ആക്കണമെന്ന് പറഞ്ഞത് എപ്പോഴാണെന്നറിയാം? പ്രളയം. ആ പ്രളയം അവലോകനം ചെയ്യാൻ വന്നപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ആ പ്രളയജലം അങ്ങോട്ട് സ്റ്റോർ ചെയ്താൽ പോരെ, ഇതിപ്പോൾ ഇവിടുന്നുള്ള വെള്ളം കിട്ടോട്ട് ആവശ്യമുണ്ടോ? അവിടെ മഴയുണ്ട്. അതായത് തമിഴ്നാട് ഇറിഗേറ്റ് ചെയ്യുന്ന 5 ജില്ലകളിൽ 4 ജില്ലയും നാഷണൽ ആവറേജിനേക്കാളും മഴ പെയ്യുന്ന സ്ഥലങ്ങളാണ്. അവർക്ക് ഈ പ്രളയം ഉണ്ടാകുമ്പോൾ അത് സ്റ്റോർ ചെയ്ത് വെച്ചാൽ പോരെ. അപ്പോൾ പ്രളയം ഉണ്ടായി അവർക്ക് സ്റ്റോർ ചെയ്യാനും പറ്റത്തില്ല. സ്റ്റോർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കുഴിക്കണം, അല്ലാണ്ട് ഇതുപോലെ മേലോട്ടൊന്നും കെട്ടി സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. കുളങ്ങൾ ഉണ്ടാക്കണം, വലിയ ഭീമാകാരങ്ങളായ തടാകങ്ങൾ ഉണ്ടാക്കണം. അവർ ഈ പ്രളയകാലത്ത് ഈ തടാകം ഉണ്ടാക്കി വെച്ച് അതിലും വെള്ളം നിറച്ച് വെച്ച് ഇവിടുന്ന് എല്ലാം വെള്ളം കൂടി ചെന്ന് തമിഴന്മാർ മുഴുവനും ഒഴുകിപ്പോകൂലേ? അത്രയും വലിയ മണ്ടത്തരം പറയുന്ന ആൾക്കാരാണ് കേരളത്തിലുള്ളവരെന്ന് അവർക്കറിയാം. മനസ്സിലായ? അതുകൊണ്ടാണ് അവർ മിണ്ടാണ്ടിരിക്കുന്നത്. എന്നിട്ട് ഈ ആൾക്കാർ പറയണത് സുപ്രീം കോടതി ജഡ്ജ്മെന്റിലുണ്ടെന്ന്. അതവിടെ ഉന്തിക്കയറ്റി വെച്ചത് ആരാണെന്ന് നമ്മൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി നോക്കണം. ഈ ടണൽ സിദ്ധാന്തം കൊണ്ടുവന്ന് സുപ്രീം കോടതിയിൽ കയറ്റി വെച്ചതെന്ന്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ, ഏതെങ്കിലും ഉദ്യോഗസ്ഥനാണോ അതിൻ്റെ പുറകിൽ കളിച്ചതെന്നുള്ളത്. സുപ്രീം കോടതിയിൽ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ജഡ്ജ്മെന്റിന് 2 ഭാഗമുണ്ട്. ഒന്ന് ഈ സുപ്രീം കോടതിയുടെ മാത്രമല്ല, എല്ലാ ജഡ്ജ്മെന്റിനും 2 ഭാഗമുണ്ട്. ഒന്ന് ജഡ്ജ്മെന്റും ഒന്ന് ഡിക്രിയും. അതിൽ ജഡ്ജ്മെന്റ് പോർഷനിൽ പല കാര്യങ്ങളും പറയും. അതിന് അങ്ങനെ പല കാര്യങ്ങളും പറയുന്നതിന് ഒരു ലീഗൽ ടേം ഉണ്ട്, ഓബിറ്റർ ഡിക്റ്റ എന്ന് പറയും. റിമാർക്സ് മെയ്ഡ് ഓൺ ദ വേ. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ടണൽ സിദ്ധാന്തം അതിൽ വരാനുള്ള കാര്യം. അങ്ങനെ ഒരു സിദ്ധാന്തം ഒരു സുപ്രീം കോടതി ഡിക്രി ഒന്നുമല്ല, സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിലുണ്ട്. അത് എന്താ പറഞ്ഞത്, ഇങ്ങനെ ഒരു ആശയം വന്നിട്ടുണ്ട്, അത് തമിഴ്നാട് പഠിച്ചിട്ട് വയബിളാണെങ്കിൽ 1 കൊല്ലത്തിനുള്ളിൽ നടപ്പിലാക്കണം. ആ 1 കൊല്ലം കഴിഞ്ഞ് ഇപ്പം എത്ര കൊല്ലമായി തമിഴ്നാട് ആ ഭാഗത്തോട് തിരിഞ്ഞു പോലും നോക്കിയില്ല. അവർ ജലനിരപ്പ് അത് കുറയ്ക്കുന്നതിനെ പറ്റി അവരുടെ റിമോട്ട് തോട്ടിൽ പോലും വരില്ല. ജലനിരപ്പ് കുറച്ചാൽ ഡാം വീഴും. അപ്പം അതാണ്. അപ്പം അങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ ധാരാളം. അപ്പം ഞാൻ പറയണതെന്ന് വെച്ചാൽ ഈ ശ്രീധരൻ ഈ വിഷയം കേരളിനെ പറ്റി ഗവൺമെൻറ് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞതെന്നറിയോ? ഗവൺമെൻറ് അല്ല, പത്രപ്രവർത്തകരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചോദിച്ചപ്പോൾ കേരളിനെ പറ്റി ചോദിച്ചപ്പോൾ ഞാൻ പഠിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് പഠിക്കണ്ടേ? ഇത് പാലക്കാട്ട് വീട്ടിലിരുന്നാണോ ഇതൊക്കെ പറയണത്? പഠിച്ചിട്ട് പറയണമെന്ന് തന്നെ ഞാനും പറയണേ. കേരളയിൽ പഠിച്ചിട്ട് പറയണമെങ്കിൽ മുല്ലപ്പെരിയാറും പഠിച്ചിട്ട് പറയണം. അല്ലാണ്ട് വെറുതെ ഇരുന്നുകൊണ്ട് പാലക്കാട്ട് ഇരുന്നുകൊണ്ട് ഇത്രയും വലിയ ഒരു എൻജിനീയറിംഗ് വിദഗ്ധം പറയുമ്പോഴുണ്ടല്ലോ ഒത്തിരി ആളുകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടും. അതാണ്. അതായത് ഇത് കേട്ടാൽ മലയാളിയുടെ സ്വഭാവമാണ്. തമിഴനാണെങ്കിൽ സ്വീകരിക്കൊന്നുമില്ല. ഇനി ഈ ശ്രീധരൻ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ എഞ്ചിനീയർ എന്ന് പറഞ്ഞാലും അവർക്കൊരു യുക്തിയുണ്ട്.
അത് വെച്ചിട്ട് അവർ ചിന്തിക്കുകയുള്ളൂ. നമ്മുടെ ഭാഗത്ത് ഈ ചിന്താശേഷി ഇല്ലാത്ത ഈ മദ്യത്തിലും ലോട്ടറിയിലും മുങ്ങി കിടക്കുന്ന ആൾക്കാർക്ക് അത്രയൊക്കെ ഉള്ള ബോധമുള്ളൂ. ആ ബോധം ഉള്ളതുകൊണ്ടാണ് അത്തരം ബോധം ഉള്ളതുകൊണ്ടാണ് കേരളം കടത്തിൽ നിന്ന് കടത്തിലേക്ക് കൂപ്പ് കുത്തി ദരിദ്ര രാജ്യമായിട്ട് മാറിയിരിക്കണേ. തമിഴ്നാട് ഇന്ത്യയിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറിക്കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ അവനെ കളിയാക്കുക. എന്ത് കഷ്ടമെന്ന് പറയാം.